ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധയേറ്റതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ആഴ്ചതോറുമുള്ള ക്യാബിനറ്റ് മീറ്റിംഗിൽ നെതന്യാഹു പങ്കെടുത്തിരുന്നില്ല. നെതന്യാഹുവിന് സുഖമില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അടുത്ത 3 ദിവസം പ്രധാനമന്ത്രി ഓഫീസിൽ എത്തില്ലെന്നും വീട്ടിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ശനിയാഴ്ച രാത്രിയാണ് നെതന്യാഹുവിന് അസ്വസ്ഥത തോന്നിയത്. ഹഡാസ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അലോൺ ഹർഷ്കോ അദ്ദേഹത്തെ വീട്ടിലെത്തി പരിശോധിച്ചു. കേടായ ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായി പ്രധാനമന്ത്രിക്ക് കുടൽ നീർവീക്കം ഉണ്ടെന്ന് ഹർഷ്കോ കണ്ടെത്തിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം നെതന്യാഹുവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചു. നിർജ്ജലീകരണം മാറാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നെതന്യാഹു 3 ദിവസം വിശ്രമിക്കുന്നതെന്നും PMOയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 75-കാരനായ നെതന്യാഹുവിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഡിസംബർ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്തു. 2024 മാർച്ചിൽ അദ്ദേഹത്തിന് ഹെർണിയ ശസ്ത്രക്രിയ നടത്തി. അതേ മാസം പനി ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ദിവസങ്ങളോളം വിശ്രമിക്കേണ്ടി വന്നു. 2023 ഹൃദയസ്തംഭനത്തെ തുടർന്ന് പേസ് മേക്കർ വെച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് നിർജ്ജലീകരണത്തെ തുടർന്ന് നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വർഷങ്ങളായി നെതന്യാഹുവിന് ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനിടെ ഗോത്ര സംഘർഷം രൂക്ഷമായ ദക്ഷിണ സിറിയയിലെ സുവൈദ നഗരത്തിൽ ഇസ്രായേലും സിറിയയും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സിറിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയും വെടിനിർത്തലിന് ധാരണയായെന്ന് തുർക്കിയിലെ US അംബാസിഡർ ടോം ബാരക് പറഞ്ഞു. തുർക്കിയും ജോർദാനും മധ്യസ്ഥരായാണ് ധാരണയുണ്ടാക്കിയത്. സുവൈദയിലെ ഇരുഭാഗങ്ങളോടും കലാപം അവസാനിപ്പിക്കാനും ടോം അഭ്യർത്ഥിച്ചു. തെക്കൻ സിറിയയിലെ സുവൈദ പ്രവിശ്യയിൽ നിന്ന് സർക്കാർ സേന പിൻവാങ്ങിയ ശേഷവും ഗോത്രവിഭാഗങ്ങളായ ഡ്രൂസുകളും ബിദൂനികളും തമ്മിൽ സംഘർഷം തുടരുകയാണ്. സംഘർഷത്തിൽ ഇതുവരെ 900 പേരാണ് കൊല്ലപ്പെട്ടത്. ഡ്രൂസ് വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഇസ്രായേൽ ദക്ഷിണ സിറിയയിൽ ആക്രമണം നടത്തിയിരുന്നു. കലാപബാധിതമായ സുവൈദയിൽ കഴിഞ്ഞയാഴ്ച സർക്കാർ സേന ഇറങ്ങിയപ്പോഴാണ് ഡ്രൂസുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേൽ സിറിയയിൽ ആക്രമണം തുടങ്ങിയത്. അറബ് ന്യൂനപക്ഷമായ ഡ്രൂസുകളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. ദമാസ്കസിലെ കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ന്യൂനപക്ഷമായ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവരെ തട്ടിക്കൊണ്ടുപോകുന്നത് സമീപകാലത്ത് പതിവായതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട വ്യാപാരിയെ കഴിഞ്ഞ വെള്ളിയാഴ്ച തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്.